ഫെബി നമ്മുടെ സന്തോഷം പറയണ്ടേ? പറയണം. അതായത് ChatGPT, ജെമിനി, പിന്നെ ഗൂഗിൾ അവരൊക്കെ എന്താണ് അസാധ്യമാണ് എന്ന് പറഞ്ഞത് നമ്മൾ നടത്തിയെടുത്തു. നമ്മളിവിടെ കേരളത്തിൽ ഒരു തുലിപ്പ് വിരിയിച്ചെടുത്തു കേട്ടോ. ഒരെണ്ണം. അതും പാലക്കാട്. അതായത് ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു യാത്ര ആഫ്രിക്കയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ദുബായിൽ ഒരാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ നെതർലാൻഡ്സിൻ്റെ സുഹൃത്ത് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഫെബിക്ക് കൊടുക്കാനായിട്ട് എനിക്കൊരു പെട്ടി തന്നു കേട്ടോ. സംഗതി ഒരു ഗിഫ്റ്റ്. അത് തുലിപ്പിന്റെ ബൾബുകളായിരുന്നു കേട്ടോ. തുലിപ്പ് നടുന്നത് അതിന്റെ കിഴങ്ങെടുത്തിട്ടാണ്. ബൾബ് എന്ന് പറയുന്നത് ആ കിഴങ്ങിനാണ്. അത് കിട്ടിയപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. തുലിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും ഭയങ്കര കൗതുകത്തോടെ നോക്കി കാണുന്ന ഒരു സംഭവമാണ്. പക്ഷെ അപ്പൊ പിന്നെ അതിന്റെ കൂടെ ഒരു ചെറിയ ടെൻഷനും, നമ്മളിവിടെ ഉണ്ടാവുമോ? ഇവിടെ നമ്മൾ ഒരിക്കലും അത് കണ്ടിട്ടില്ല കേട്ടോ. കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല. ആരെങ്കിലും വിരിയിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല, പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങളത് ChatGPTയോടും അതുപോലെ ജെമിനിയോടും ഒക്കെ ചോദിച്ചു നോക്കിട്ടോ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അവരൊക്കെ പറഞ്ഞത് അത് ഒരിക്കലും കേരളത്തിൽ ഉണ്ടാവില്ല എന്നാണ്. മിനിമം 10 ഡിഗ്രി ടെമ്പറേച്ചർ, അതായത് അത്രയും തണുപ്പ് വേണം. കേരളത്തിൽ ഇത് ട്രൈ ചെയ്യണമെങ്കിൽ പോലും മിനിമം മൂന്നാറൊക്കെ പോകണം എന്നാണ് അവർ പറഞ്ഞത്. പാലക്കാട്. പക്ഷെ നമ്മുടെ സുഹൃത്ത് നെതർലാൻഡ്സിൽ നിന്ന് നമുക്ക് വേണ്ടിട്ട് അത് കൊണ്ടുവന്ന് തന്നപ്പോ നമ്മളതും ട്രൈ ചെയ്യണല്ലോ. അങ്ങനെ ഞങ്ങൾ ആ ബോക്സ് പൊട്ടിച്ച് കുറച്ച് ചട്ടിയിലും ചെറിയ ബോക്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് വെച്ചു നട്ടു കേട്ടോ. ചെറിയ മുള നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് 2-3 ദിവസം കഴിഞ്ഞപ്പോ തന്നെ, അപ്പൊ ഞാൻ പറഞ്ഞില്ല ആരെടുത്തും, ഞാൻ നോക്കുമ്പോ ശരിക്കും അതിന്റെ മുള ഇങ്ങനെ പൊട്ടി വന്നു. ഭയങ്കര സന്തോഷമായി കണ്ടപ്പോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു സഷർക്കാരനെ വിളിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്തു. രാവിലെ നോക്കുമ്പോൾ നല്ല ഉഷാറായിരിക്കും. പകലത്തെ ഒരു വെയിലത് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ വാടി നിൽക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ സുഹൃത്ത് നമുക്ക് വേണ്ടി അത് കൊണ്ടുവന്ന എഫേർട്ട്, ഇത്രയൊക്കെ നെഗറ്റീവ്സ് കേട്ടിട്ട് നമ്മളത് കുഴിച്ചിട്ട എഫേർട്ടിനൊക്കെ വേണ്ടിയിട്ട് അതിന്റെ റിസൾട്ട് എന്ന രീതിയിൽ ഒരെണ്ണം പൂവിട്ട് കണ്ടു. ഭയങ്കര സന്തോഷമായിട്ടോ കണ്ടപ്പോ. നമ്മൾ എന്നിട്ട് അതിന്റെ മുന്നേ ഞാനത് ഇങ്ങനെ മുള പൊട്ടി വന്നപ്പോൾ എങ്ങനെ, കാരണം ഭയങ്കര ചൂട് ഇങ്ങനെ കൂടി വരികയാണ് ഓരോ ദിവസവും. രാത്രി AC-യിലൊക്കെ കൊണ്ടുവച്ചു കേട്ടോ. പോട്ടിലുണ്ടായ സാധനം AC-യിലൊക്കെ കൊണ്ടുവച്ചിരുന്നു. ഞാൻ വിചാരിച്ചത് നെതർലാൻഡ്സിന്റെ ഓൺ പൂവാണെന്നാണ്, പക്ഷെ അത് അതിന്റെ ഒറിജിൻ സെൻട്രൽ ഏഷ്യയിലാണ്. പക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തുലിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ് നെതർലാൻഡ്സ്. നമ്മുടെ ഇവിടെ അതേപോലെ കാശ്മീരിലല്ലേ ഗാർഡനില്, അത് ശരിക്കും ന്യൂസിലൊക്കെ വരാറുണ്ടല്ലോ, തുലിപ്പ് പൂത്തു എന്ന് പറഞ്ഞിട്ട്. അത് കാണാൻ വേണ്ടിട്ട് തന്നെ ഇവിടുന്ന് ആളുകളൊക്കെ പോവാറുണ്ട്. നെതർലാൻഡ്സിന്റെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്താൽ പരവതാനി വിരിച്ചതുപോലെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. വേൾഡിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസറാണ്. അവര് ബില്യൺ കണക്കിന് പൂവാണ് ഓരോ വർഷവും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബില്യൺ കണക്കിന് ബൾബ്സ് ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വേൾഡിലെ പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. എന്താണെങ്കിലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരെണ്ണം കേട്ടോ, ഒരെണ്ണം. എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളതൊക്കെ ഇതിങ്ങനെ വരും, ചൂട് കാരണം അത് അങ്ങനെ വാടി അങ്ങനെ പോവും. പക്ഷെ ഒരെണ്ണം എനിക്ക് തോന്നുന്നു നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാക്കിയതാ തോന്നുന്നു. അല്ലെങ്കിൽ ഇതിനൊരു സാധ്യതയില്ല, അങ്ങനത്തെ ചൂടാണ് ഇവിടെ. ഭയങ്കര സന്തോഷമായി. ഈ ഒരു സന്തോഷം നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. എന്തായാലും ഇത് നമുക്ക് കൊണ്ടു തന്ന നെതർലാൻഡ്സിലെ സുഹൃത്തിനും ഒരുപാട് നന്ദി. ബൈ.